പട്ടാളക്കാരനാകണമെന്ന മോഹവുമായി മുത്തശ്ശിയുടെ പച്ചക്കറി കടയിൽ വൈകുന്നേരങ്ങളിൽ അവിടെ തെരുവിലിരുന്ന് പഠിക്കുന്ന 1ാം ക്ലാസ്സുകാരനായ ആനന്ദിനെ കുറിച്ചുള്ള വാർത്ത ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇപ്പോൾ ആനന്ദിനെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. നമുക്കത് എന്താണ് എന്ന് ആനന്ദിനോട് തന്നെ ചോദിക്കാം. ആനന്ദേ, ഇന്ന് അവധിയാണല്ലേ? എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. ഇന്നെൻ്റെ വീട് കിട്ടിയതാ. ഇന്ന് എനിക്ക് ആനന്ദു സാർ എടുത്ത് തന്നതാ. എനിക്ക് പേശ പഠിക്കാനൊക്കെ ഉണ്ട്, അലമാരയൊക്കെ ഉണ്ട്, ബാത്റൂമൊക്കെ ഉണ്ട്, നല്ല വീടൊക്കെ ഉണ്ട്, കസാരയൊക്കെ ഉണ്ട്. കളിക്കാൻ ഫ്രണ്ടിന് പുതിയത് കിട്ടി. ഫ്രണ്ടിനെ കിട്ടിയോ? അതെ. ഫ്രണ്ടിന്റെ പേര് അറിയില്ല, പേര് പറഞ്ഞിട്ടില്ല. അപ്പം മോനും ഇപ്പൊ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറുകയാണല്ലേ? 2 സാധനങ്ങൾ കൊണ്ടുവച്ചു. അപ്പൊ കുഴിയായോണ്ട് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ആരാണ് എടുത്തൊക്കെ തന്നത് വീടൊക്കെ? ആനന്ദു സാറ്. ആനന്ദ് സാറ് എവിടെയുള്ള സാറാണെന്നറിയാമോ? കോഴിക്കോടാ. ഇപ്പം മോൻ ഇനിയിപ്പം ഈ വീടൊക്കെ എടുത്ത് പുതിയ വീട്ടിലേക്ക് മാറി കഴിയുമ്പോൾ ഇവിടെ ഈ അമ്മയ്ക്കൊപ്പം ഇവിടെ പഠിക്കാൻ വരുമോ? ഞാൻ അവിടെ നിന്ന് പഠിക്കാം. വീട്ടിലിരുന്ന് പഠിക്കാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ. നിനക്ക് സെപ്പറേറ്റ് റൂമൊക്കെ ആയോ? അതെ. എന്താണ് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡി? ബുക്കൊക്കെ ഉണ്ട്, കളിപ്പാട്ടൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതെ, പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു, വരുന്നിട്ട് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞു ഇടയ്ക്ക്. പഠിച്ചു കഴിഞ്ഞ് വലിയ ഇതൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആരാകാനാണ് ആഗ്രഹം? പട്ടാളക്കാരൻ, രാജ്യത്തിനെ കാക്കാൻ വേണ്ടി. ഇന്ന് റിപ്പബ്ലിക് ദിനമല്ലേ? അതെ. പട്ടാളക്കാരുടെ പരേഡ് കണ്ടിരുന്നോ? അതെ. എങ്ങനെയുണ്ട്? കൊള്ളാം. ശരിക്കും ഈ പരിമിതമായ ഒരു സൗകര്യത്തിലാണ് ഈ ആനന്ദിൻ്റെ മുത്തശ്ശനും അമ്മയും സഹോദരങ്ങളും ഒക്കെ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ അതായത് ഒരു 3ാം നിലയ്ക്ക് മുകളിൽ ഈ ഷീറ്റ്, അതായത് ടിൻ ഷീറ്റ് കൊണ്ട്, തകര ഷീറ്റുകൾ കൊണ്ട് മറിച്ചത്, വെയിലും ഒക്കെയാണ്, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതിനൊപ്പമാണ് ഈ മുത്തശ്ശിയുടെ ചെറിയ ഒരു പച്ചക്കറി കടയാണ്. ഈ കടയിൽ വൈകുന്നേരങ്ങളിൽ ആനന്ദ് പുസ്തകവും സ്ലേറ്റും ഒക്കെയായി വന്ന് ഇവിടെ തന്നെ ഇരുന്നാണ് വൈകുന്നേരങ്ങളിൽ പഠിക്കുന്നത്. ആ വാർത്തയാണ് സംപ്രേഷണം ചെയ്തത്. ഇപ്പോൾ ആനന്ദിൻ്റെ മുത്തശ്ശി നമുക്കൊപ്പമുണ്ട്. എന്താണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് വീട് സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടല്ലേ? വീട് കിട്ടി. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മാറും. ഇപ്പോൾ ഇവിടെ വീടിൻ്റെ താഴെ ഒരു ഇത് പൊളിച്ചിട്ടേക്കണ കാരണം ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം വീടെടുത്തത് ആനന്ദ് എന്ന് പറഞ്ഞൊരു മോനാണ്. സൈലത്തിലെ പുള്ളി ഒരു ഡോക്ടറും ഇവിടെ വന്നു, ഞങ്ങളെ കണ്ടു. ആദ്യ പ്രാവശ്യം വന്നു, ഞങ്ങളുടെ വീടൊക്കെ കണ്ടുപോയി. എന്നിട്ട് അവർ വീടൊക്കെ ഏർപ്പെടുത്തി, വീടൊക്കെ റിപ്പയർ ചെയ്ത് ഇപ്പം എല്ലാം ചെയ്ത്. മിനിയാന്നായിരുന്നു അതിൻ്റെ ബുധനാഴ്ചയായിരുന്നു. വന്ന് പുള്ളി തന്നെ പാലൊക്കെ കാച്ചി. സൗകര്യമുള്ള വീടാണ്. ഒരുവിധം കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബാത്റൂം, പിന്നെ ബെഡ്റൂം 2, പിന്നെ ഒരു മുറിയുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അതിൽ കട്ടില്, അവനുള്ള പഠിക്കാനുള്ള റൂമുകളെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. തുടർ പഠനത്തിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവനെ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് അവർ പഠിപ്പിച്ചോളാന്ന് അവർ നോക്കി. വലിയൊരു സഹായമായി. വലിയൊരു നന്ദിയുണ്ട്. എനിക്ക് സങ്കടം. പിന്നെ എനിക്കൊരു നന്ദി പറയേണ്ടത് നമ്മുടെ ഇത് റിപ്പോർട്ടിട്ട മനോരമ ന്യൂസ് ചാനലുകാരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. അവരിവിടെ വന്നിട്ടില്ല, അവരൊന്ന് വിളിച്ച് പറയണം, വീടൊന്ന് കാണിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അവരാണ് ഈ റിപ്പോർട്ട് ആദ്യം ഞങ്ങളുടെ ഇവൻ്റെ ഇതെല്ലാം അവരാണ് ഇട്ടതും. ഈ സഹായം ഞങ്ങൾക്ക് കിട്ടാൻ കാരണം അവർ മുഖാന്തരമാണ്. വേറെ ആരും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചിട്ടില്ല. ആ സാറ് ഇവിടെ വരും, ഇടയ്ക്ക് ഇതിൽ പോകുമ്പോൾ ഇവനിവിടെ ഇരുന്ന് പഠിക്കണതും. ശിശുദിനത്തിന് ഇവൻ്റെ റിപ്പോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ശിശുദിനം കഴിഞ്ഞ ഒരു ദിവസം വീണ്ടും റിപ്പോർട്ടിലിട്ടപ്പോഴാണ് ഫേസ്ബുക്കിലൂടെ നന്ദി പറയണം എല്ലാവർക്കും. പിന്നെ മറ്റേ വി.ഡി. സതീശൻ സാറിനോടും പിന്നെ ഇവിടെ വന്ന എല്ലാ അവധികളോടും നന്ദിയുണ്ട്. ഇവനെ വന്ന് കണ്ടു. ഞങ്ങൾക്ക് പണയത്തിന് ആ വീടെടുത്ത് തന്നു. തൽക്കാലമായാലും വളരെ സന്തോഷമായി ഞങ്ങൾക്ക് താമസിക്കാൻ. അത്രയും മുകളിലോട്ട് കയറി ഇറങ്ങണ്ടല്ലോ, അത്രയും ആ ഒരു ഷീറ്റിൽ നിന്നും മാറിപ്പോൾ ചൂടുകാലം തുടങ്ങാൻ പോണേണ്. അപ്പോൾ ഇവരെ ഇരുത്തണ്ടേ എന്നുള്ളൊരു വളരെ നന്ദി ആ മോനോടുണ്ട്, അനന്തുവിനോടും അവരുടെ കുടുംബത്തിനോടും എപ്പോഴും കടമയാണ് എനിക്ക്. എല്ലാവരോടും ഒരു താങ്ക്സ് പറയുമോ? താങ്ക്സ്. അനന്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതത്തിൽ നിന്നുമാണ് ഇപ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസ നിലയിൽ അവന് ഒരു വീട് താൽക്കാലികമായി അവർ എടുത്തു നൽകുകയാണ്. വരും ദിവസങ്ങളിൽ ഒരു പഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹായം ചെയ്ത് നൽകുമെന്നും സൈലത്തിൻ്റെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ പഠനവും 4ാം ക്ലാസ്സിന് ശേഷമുള്ള തുടർ പഠനവും ഏറ്റെടുക്കാമെന്നാണ് മാതാപിതാക്കളെ അറിയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവനത്തിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ്.